ഹലോ ഫ്രണ്ട്സ്, ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്നവർ ഫേസ് ചെയ്യുന്നൊരു പ്രധാന ചോദ്യമാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈം അല്ലെങ്കിൽ ഏജ് എന്താണെന്നുള്ളത്. ഇപ്പം നമ്മളൊരു 20s നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി ഉടനെ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവർ പറയും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, നമ്മൾ ഇമ്മച്യൂർ ആണ്, അതുകൊണ്ട് ഇപ്പം ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലുള്ളൂ എന്ന്. ഇപ്പൊ നമ്മൾ 30s ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ പറയും ഇപ്പോൾ ഒരു ഫാമിലിയെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്, നമ്മുടെ ഫാമിലി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട സമയമാണ്, നമുക്ക് അല്ലെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കയ്യിലില്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞ് നമ്മളൊരു നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ നമ്മളൊരു 40s അതായത് 40+ ഏജിലൊക്കെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ പറയും ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജോലി ഉണ്ടല്ലോ, നമുക്ക് ആ ഡൊമൈനിൽ എക്സ്പെർട്ടൈസ് ഉണ്ടല്ലോ, എന്നാൽ ആ ജോലി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലിയുടെ കാര്യം നോക്കാം, ഇപ്പൊ നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലല്ലേ, നമ്മുടെ ഫാമിലി കാര്യം നോക്കണ്ടേ, അങ്ങനെ പറഞ്ഞ് നമ്മൾ അവിടെ 40s ആൾക്കാർ നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പൊ ഒരു 50 ആയിരിക്കുക, ഓൾമോസ്റ്റ് നമ്മുടെ കരിയറിന്റെ എൻഡൊക്കെ ആയെങ്കിൽ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു എന്തായാലും റിട്ടയർ ഒക്കെ ആവാറായില്ലേ, ഇനിയിപ്പോൾ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് വേണ്ടി ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ, അന്നേരം കുറച്ച് ലംസം എമൗണ്ട് കയ്യിൽ കിട്ടുകയും ചെയ്യുമല്ലോ PF ഒക്കെ ആയിട്ട്. അന്നേരം പറഞ്ഞ് നമ്മളൊരു 55 വരെയും നമ്മൾ റിട്ടയർമെന്റ് വരെയും വെയിറ്റ് ചെയ്തെന്നിരിക്കാം. റിട്ടയർമെന്റ് കഴിഞ്ഞിറങ്ങുന്ന ആൾക്കറിയും ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള പണിയാ, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് പറഞ്ഞിട്ടുള്ള പണിയാ, അതിന് ഒരുപാട് എനർജി വേണം, അതിന് ഒരുപാട് റിസ്ക് ഉണ്ട്, അല്ലാതെ ഈ വയസ്സാങ്കാലത്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണോ എന്നായിരിക്കും നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളോട് ചോദിക്കുന്നത്. കാരണം അറിയാം നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്ക് അത് വലിയ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതുകൊണ്ട് കിട്ടുന്ന ജീവിച്ചാൽ പോലെ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ചുറ്റുമുള്ളവരുടെ നമ്മുടെ റെസ്പോൺസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് യങ് ഏജിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള അഡ്വാൻറ്റേജും, അല്ലെങ്കിൽ ഒരു 40s 40+ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് കിട്ടാവുന്ന അഡ്വാൻറ്റേജും ആണ് ഞാൻ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഏത് ഏജാണ് ആപ്റ്റ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഹാരിസ് ലൈഫ് ടിപ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹാരി. അപ്പോൾ ഞാൻ ഇനി ഒരു 20s ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു 6 അഡ്വാൻറ്റേജസ് ഞാൻ 1 by 1 ആയിട്ട് പറയാം. ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജസ്, നമ്മുടെ ലൈഫിന് നമ്മുടെ ആ ലൈഫ് സ്റ്റൈൽ നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങി ഉടൻ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുവാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ് നമുക്ക് ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരും. ഇപ്പോൾ ഒരു കുറച്ച് നാൾ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഏണിംഗ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഉണ്ട്, അതായത് നമ്മുടെ റവന്യൂ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ്, നമുക്ക് ആ ലൈഫ് സ്റ്റാൻഡേർഡ് നമ്മുടെ ബിസിനസ് കൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി പറയും ബിസിനസ്സിലേക്ക് ഇറങ്ങി കയ്യിലുള്ളതൊക്കെ പോയി ആകെ കഷ്ടപ്പാടാണ്, ഇപ്പം ആകെ പാപ്പറായിട്ട് ഇരിക്കുവാണെന്ന് പറയും. അതേസമയം നമ്മൾ ഉടൻ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ പയ്യെ ബിൽഡ് ചെയ്ത് വരുന്ന നമ്മുടെ ബിസിനസ്സിന്റെ ഗ്രോത്ത് ആൾക്കാർ പറയും അവൻ ബിസിനസ്സിൽ ഗ്രോ ചെയ്യുന്നുണ്ട്, പയ്യെ രക്ഷോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നമ്മളെ റിഫ്ലക്ട് ചെയ്യും. കൂടുതൽ ആൾക്കാർക്ക് നമ്മളുടെ മേലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ സഹായമാകും. ഇനി രണ്ടാമത്തെ പോയിന്റ്, വി ക്യാൻ ട്രൈ സംതിങ് എൽസ്. അതായത് നമ്മൾ ആദ്യം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ ബിസിനസ്സിനെ നമുക്ക് സക്സസ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറൊരു ബിസിനസ്സിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ 1-2 ബിസിനസ്സൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് അതിൽ രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു വേറൊരു ജോബ് അന്വേഷിച്ച് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേറെ കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതി വേറെ ഗവൺമെന്റ് ജോബ് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ കരിയർ സ്വിച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. അതായത് ഇപ്പോൾ ഒരു 20s ബിസിനസ് തുടങ്ങി ഒരു 25 വരെയൊക്കെ നമ്മൾ നോക്കി രക്ഷപ്പെടുന്നില്ല കണ്ടെങ്കിൽ നമുക്ക് വേറെ ജോബ് അന്വേഷിക്കാൻ പറ്റും. പക്ഷെ അതേസമയം ഒരു 40s നമ്മൾ ബിസിനസ് തുടങ്ങി കുറച്ച് ഉണ്ടായിരുന്ന ജോലിയൊക്കെ വിട്ടിട്ട് തുടങ്ങി പിന്നീട് വേറെ ജോലി കിട്ടാന്നുള്ളതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ 20s ആണെങ്കിൽ അത് യങ് ഏജിലാവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം നമുക്ക് ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു എന്താ പറയുക പ്രൊപ്പറേറ്റർ ടൈപ്പ് ബിസിനസ് ആണെങ്കിൽ, അതായത് നമ്മൾ തന്നെ റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ സമയം ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കമ്മിറ്റ്മെന്റ്സ് കമ്പാരിറ്റീവ് കുറവായതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ ഇൻകം ഉണ്ടാക്കാനും സാധിക്കും. പിന്നെ ഒരു ഏർലി 20s ആണെങ്കിൽ ഫാമിലി കമ്മിറ്റ്മെന്റ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഫാമിലി മാനാണ്, ഒരു 4 മെമ്പർ ഫാമിലി മാനാണെന്ന് ഇരിക്കുക, നമ്മുടെ ഇൻകം കൊണ്ടാണ് ഫാമിലി റൺ ചെയ്യുന്നതെന്ന് ഇരിക്കുക. അപ്പോൾ നമുക്ക് ആ ബേസിക് റവന്യൂ മന്ത്ലി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആ കൊളാപ്സ് ആവും. അപ്പോൾ ഒരു യങ്സ്റ്റർ ആണ്, അൺമാരീഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാം, നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകം നമുക്ക് അതനുസരിച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ളൊരു അഡ്വാൻറ്റേജ് കിട്ടും.
പിന്നെ അഞ്ചാമത്തെ ഒരു പോയിന്റ്, അഡാപ്റ്റ് ടു ന്യൂ ടെക്നോളജീസ്. ഇപ്പോൾ ഒരു ടെക്നോളജി യുഗമാണ്. അപ്പോൾ നമുക്ക് യങ് ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ടെക്നോളജിയെ കുറിച്ച് പഠിക്കാനും അതിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കാനും ടെക്നോളജി യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിനെ ആ രീതിയിലേക്ക് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. എങ്ങേജ് ആണ് ഇച്ചിരി പ്രായം ആയി കഴിഞ്ഞാൽ, ഒരു 40 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കുക എന്നാണ് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്കൊരു പുതിയ ടെക്നോളജി വന്നു അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനും സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി ആറാമത്തെ ഒരു പോയിന്റ്, മോർ ലൈഫ് സ്പാൻ. നമ്മൾ 20s സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളൊരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ബിസിനസ് ഈ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റണം എന്നൊക്കെ ചിന്തിക്കാൻ പറ്റും. നമുക്കൊരു ലോങ് ടൈം ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ 40s അല്ലെങ്കിൽ 50s ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ റവന്യൂ തിരിച്ചുണ്ടാക്കണം, എന്നാലാണ് നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. ആ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ ബിസിനസ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഒരു സ്ട്രെസ്സും എല്ലാം ഭയങ്കരമായിരിക്കും. നമുക്കിത് ലോങ് ടൈം ബിസിനസ്സിൽ നിന്ന് കിട്ടുമ്പോൾ യങ് ഏജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈം നമുക്ക് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കതനുസരിച്ച് നമ്മുടെ ലൈഫിനെ പ്ലാൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ 6 പോയിന്റ് ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. നമ്മുടെ ലൈഫ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കൊരു ബിസിനസ് ഫെയിൽ ആക്കി അടുത്ത ബിസിനസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ സമയം ബിസിനസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫാമിലി കമ്മിറ്റ്മെന്റ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ന്യൂ ടെക്നോളജീസ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബിസിനസിന്റെ ലൈഫ് സ്പാൻ നമുക്ക് കൂടുതൽ നാളത്തേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 6 അഡ്വാൻറ്റേജാണ് ബേസിക്കലി നമ്മൾ യങ് ഏജിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഞാനൊരു 40s അതായത് 41, 42 ഏജിലൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ കുറെ നാളൊരു ഫീൽഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ തന്നെയുള്ള കുറെ കോൺടാക്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാവും. നമുക്ക് കുറെ ആൾക്കാരായിട്ട് പരിചയമുണ്ടാവും, വേറെ കുറെ ബിസിനസ്സുകാരുമായിട്ട് പരിചയമുണ്ടാവും. അങ്ങനെ നമുക്ക് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കോൺടാക്ട്സ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബിസിനസ്സിനായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്തിനെ നമുക്ക് ഇച്ചിരി ഈസി ആയിട്ട് മോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 22 അതായത് ഒരു 10-20 കൊല്ലം ഒരു ഫീൽഡ് വർക്ക് ചെയ്തിട്ട് ആ ഫീൽഡിൽ ഒരു ബിസിനസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ആ ഡൊമൈൻ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അവിടെ എവിടെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉള്ളതെന്നും ആ ബിസിനസ് എങ്ങനെ റൺ ചെയ്യിക്കണമെന്നും എന്താണ് ആ ബിസിനസിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്നുള്ള ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ഡൊമൈൻ എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ ഈസി ആയിട്ട് റൺ ചെയ്ത് സക്സസ് ആക്കാൻ പറ്റും. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട് മാനേജ്മെന്റ് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. കാരണം ഓൾറെഡി നമ്മളൊരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ കൊളീഗ്സിന്റെ അടുത്ത് നിന്ന് വരെ വേണമെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി ബാങ്കിൽ നിന്നൊക്കെ ഈസി ആയിട്ട് ലോൺ എടുക്കാനൊക്കെ പറ്റും. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മുടെ ആ എക്സ്പീരിയൻസിനെ നമുക്കൊരു ഫണ്ട് റേസിംഗ് മെത്തേഡായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നാലാമത്തെ ഒരു മെയിൻ പോയിന്റ്, ഓൾറെഡി അവൈലബിലിറ്റി ഓഫ് എ കസ്റ്റമേഴ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡൊമൈനിൽ വർക്ക് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ആ ഡൊമൈനിലുള്ള കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള വ്യക്തമായൊരു അറിവ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ആ കസ്റ്റമേഴ്സിന് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റിച്ചില്ലെങ്കിൽ നമ്മൾ ഒന്നും അവരെ ക്യാൻവാസ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് പറയേണ്ട ആവശ്യമുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഓൾറെഡി കസ്റ്റമേഴ്സിന് ഉണ്ടെങ്കിൽ അവരിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. പിന്നെ ആറാമത്തെ ഒരു അഡ്വാൻറ്റേജ്, പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽ. അതായത് നമുക്ക് ഒരിക്കലും ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഒരു പീപ്പിൾ മാനേജ്മെന്റ് സ്കില്ല് കമ്പാരിറ്റീവ് കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഒരു കമ്പനിയിൽ കുറച്ചാൾ വർക്ക് ചെയ്ത് അവിടെ കൂടെയുള്ളവരൊക്കെ നമ്മൾ കുറച്ചാൾ വർക്ക് ചെയ്തെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആയി നമ്മൾ അസിസ്റ്റന്റ് മാനേജർ ലെവലിലാവുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ മാനേജ് ചെയ്ത് അവരെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിച്ച് നമ്മുടെ റിസൾട്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ മാനേജർ ലെവലാകുമ്പോൾ ഈ റിസൾട്ട് എല്ലാം മോണിറ്റർ ചെയ്ത് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഹാൻഡ് ഹോൾഡ് ചെയ്യാനുള്ളൊരു പീപ്പിൾ മാനേജ്മെന്റ് സ്കില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്സിനെയും റൺ ചെയ്യണേ നമ്മൾ ഒറ്റയ്ക്ക് ഓടി നടന്ന ബിസിനസ് ഓടത്തില്ല. നമുക്കൊരു ഗ്രൂപ്പിനെ മാനേജ് ചെയ്ത് അവരുടെ വർക്കിനെ നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ മാനേജ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പീപ്പിൾ മാനേജ്മെന്റ് സ്കില്ല് നല്ല വ്യക്തമായിട്ടുണ്ടായിരിക്കും ആ സമയത്ത്. പിന്നെ ആറാമത്തെ ഒരു മെയിൻ പോയിന്റ്, ഞാൻ ആദ്യം പറഞ്ഞു ഫാമിലി കമ്മിറ്റ്മെന്റ്സ് കുറവായിരിക്കും യങ് ഏജിലാകുമ്പോൾ. നമുക്ക് ഇവിടെ ഒരു ഫാമിലിനെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. അതായത് ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പൊ നമുക്കൊരു ബിസിനസ്സിന് ഒരു മാൻ പവർ വേണം, നമുക്ക് പക്ഷെ അവർക്ക് പേ ചെയ്യാനുള്ള ഒരു റവന്യൂ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നില്ലാത്തൊരവസ്ഥ ചെയ്തിരിക്കാം. അപ്പോൾ മേ ബി നമ്മുടെ ലൈഫ് പാർട്ണർ നമ്മുടെ എംപ്ലോയി ആയിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യും. അത് നമ്മുടെ ഫാമിലി മെമ്പർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ലൈഫ് പാർട്ണറോ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെയും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഫാമിലി മെമ്പർ ആകുമ്പോൾ അവർക്ക് നമ്മൾ പേ ഔട്ട് ചെയ്യുന്ന എമൗണ്ട് വളരെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, അല്ലെങ്കിൽ പേ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലാന്ന് വരും. അപ്പോൾ നമുക്കൊരു മാൻ പവർ സപ്പോർട്ടായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വരും. അപ്പോൾ ഇതൊക്കെയാണ്
അഡ്വാൻറ്റേജ് ഒന്നുകൂടി ഞാൻ പറയാം. നല്ല കോൺടാക്ട്സ് കുറേ ഉണ്ടാവും, ആ ഡൊമൈനിൽ എക്സ്പെർട്ടൈസ് ഉണ്ടാവും, ഫണ്ട് മാനേജ്മെന്റ് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും, റെഡിലി അവൈലബിലിറ്റി ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും, പിന്നെ പീപ്പിൾ മാനേജ്മെന്റ് സ്കില്ല് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഈ 6 അഡ്വാൻറ്റേജസ് ആണ് നമ്മളൊരു 40s ബിസിനസ് ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞാൽ 40-45 ഏജിലൊക്കെ ബിസിനസ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഏത് ഏജിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഈ 20s തുടങ്ങാൻ കിട്ടുന്ന അഡ്വാൻറ്റേജസ് ഒരു 30 yearsലൊക്കെ ആകുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ആ അഡ്വാൻറ്റേജസിന്റെ എഫക്റ്റ് കുറയും. അതുപോലെ തന്നെ 40s അഡ്വാൻറ്റേജസ് 30s ആ എഫക്റ്റ് കുറഞ്ഞാലും ഈ 30 yearsലൊക്കെ ഈ രണ്ടിന്റെയും അഡ്വാൻറ്റേജസ് നമുക്ക് ഒരുപോലെ മാച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഏത് ഏജാണോ ആപ്റ്റ് ആവുന്നത് ആ ഏജിലുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണോ അതനുസരിച്ച് നമ്മുടെ ബിസിനസ് തുടങ്ങേണ്ട ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതനുസരിച്ച് മോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനി എൻ്റെ മെയിൻ ഞാൻ കാര്യം പറയാനുള്ളത് വെച്ചാൽ ഒരു ബിസിനസ്സിനും ഏജ് ഒരു ഫാക്ടർ അല്ല. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് യങ് ഏജിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സക്സസ് ആക്കിയിട്ട് ആൾക്കാരുണ്ട്, ഓൾഡ് ഏജിൽ സ്റ്റാർട്ട് ചെയ്ത് സക്സസ് ആക്കിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ബിസിനസ് സക്സസ് ആവണമെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്ത് ആ സൊല്യൂഷൻ നമ്മൾ ഒരു മണി ഡ്രിവൺ മോഡലാക്കി, അതായത് ആ സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കമ്മീഷനെ നമ്മുടെ റവന്യൂ ആക്കി മാറ്റാൻ രീതിയിൽ എങ്ങനെ നമ്മൾ മോൾഡ് ചെയ്യുന്നു, ആ മോൾഡ് ചെയ്തത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതാണ് ബിസിനസ്. അത് ഏത് ഏജ് സ്റ്റാർട്ട് ചെയ്താലും നമുക്കത് വ്യക്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ബിസിനസ് സക്സസ് ആക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഒരു ടെക്നോളജി യുഗമാണ്. മീൻസ് 2-3 കൊല്ലത്തിനുള്ളിൽ എല്ലാ ഡിവൈസും എല്ലാ കാര്യവും ഇന്റർനെറ്റിലൂടെ ആയിരിക്കും എന്നുള്ള അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെക്നോളജികളിലെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ മോൾഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒരു ടെക്നോളജി ആയതുകൊണ്ട് എന്നും മാറിക്കൊണ്ടിരിക്കാവും, ആയതുകൊണ്ട് എത്രയും വേഗം ടെക്നോളജികളായിട്ട് അഡാപ്റ്റ് ചെയ്ത രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ നോക്കിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരു സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ചെയ്യുന്ന വീഡിയോസ് സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡൊമൈനിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതേ ഡൊമൈനിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ ഫൈനലി എൻ്റെ receive my thanks for watching my video. Okay, bye, see you, have a nice day.